എന്താ സാർ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? അത് തൽക്കാലം ദൂരയാത്രകളൊന്നും വേണ്ട. വീട്ടിലും പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെളിയിലിറങ്ങുമ്പോൾ ഷാഡോ പോലീസിന് സർവേലൻസ് ഉണ്ടാവും. അലക്സ് വിൽ ഹാൻഡിൽ ഇറ്റ്. കേട്ടിട്ട് വല്ലാതെ പേടിയാവുന്നു സാർ. അങ്കിൾ ഒന്ന് വെറുതെ ഇരുന്നേ. സർ, എനിക്ക് ബാംഗ്ലൂർ പോയേ പറ്റൂ. ജോയിൻ ചെയ്യാൻ 2 ആഴ്ചത്തെ എക്സ്റ്റൻഷനാണ് ഞാൻ ചോദിച്ചത്. നൗ ദ ടൈം ഇസ് അപ്പ്. ഐ എം സോറി ബട്ട് യു കാൻറ്റ് ഗോ. അല്ല, എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുക. അയാൾ ആ മാർട്ടിൻ ദിനകർ എന്തിനാ എന്നെ ഫോക്കസ് ചെയ്യുന്നത്? അയാളെ പറ്റി എനിക്ക് അറിയാവുന്നതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്നെ എലിമിനേറ്റ് ചെയ്തിട്ട് എന്തിനാ? ഇറ്റ്സ് ടു ലേറ്റ്. നിങ്ങളൊന്നവിടെ വെയിറ്റ് ചെയ്യൂ. സർ, ഐ നീഡ് ടു ടോക്ക് ടു ഹർ. സർ പ്ലീസ്. മീര, ദിസ് ഇസ് സീരിയസ്. യു ഹാവ് ടു ബി കെയർഫുൾ. ബട്ട് വൈ? ബിക്കോസ് അയാൾക്ക് നമ്മുടെ പാസ്റ്റ് അറിയാം. മീരയെ വെച്ചാണ് അയാൾ ഇപ്പൊ എന്നോട് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. I tell you, he is an asshole. എന്നോട് നിങ്ങൾക്കുള്ള പക അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ചെന്ന് മാർട്ടിനെതിരെ ഞാൻ മൊഴി കൊടുക്കാം. ലെറ്റ് ഹിം റെക്കോർഡ് ഇറ്റ്. അത് കഴിഞ്ഞ് എനിക്ക് ബാംഗ്ലൂർക്ക് പോകണം. മോർ ദാൻ എ ജോബ്, ഐ നീഡ് എ ചേഞ്ച് ഓഫ് പ്ലേസ്. ഇനിയും ഈ സിറ്റിയിൽ നിൽക്കാൻ എനിക്കിഷ്ടമല്ല. സിൻസ് വി മെറ്റ്. No, you can't go. എനിക്ക് പോയേ പറ്റൂ. പറഞ്ഞില്ലേ, എന്റെ ജോലി പോവും. To hell with your job, Meera. You cannot go. You are under my protection. What did you say? I said you are under my protection. I love that. What? I always love that. Are you crazy? Yes. For you. നീയും മീരയും തമ്മിലുള്ള തെറ്റിദ്ധാരണ മാറിയെന്ന് കേൾക്കുന്നത് തന്നെ എനിക്ക് ആശ്വാസമാണ്. നിങ്ങൾ തമ്മിലാകുന്നത് ഞാൻ കാരണമായിരുന്നല്ലോ എന്നൊരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. പിന്നെ ജോലിയുടെ കാര്യത്തിൽ നീ കുറെ കൂടെ സംയമനം പാലിക്കണം. ഈ ചോരത്തളപ്പും പിടിവാശിയും കൊണ്ടൊന്നും പോലീസ് പിടിച്ചിരിക്കാനൊക്കത്തില്ല. വണങ്ങേണ്ടവരെ വണങ്ങണം, അനുസരിക്കേണ്ടവരെ അനുസരിക്കണം. IG തോമസ് സാറ് നല്ല ആളാ. ഫോഴ്സിലെ ഏറ്റവും നല്ല ഓഫീസറാ. അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് നീ കേൾക്കണം. എന്തെങ്കിലും ഒരു കെടുതി പറ്റിയാൽ അദ്ദേഹം നിന്നെ പ്രൊട്ടക്ട് ചെയ്തോളും. അച്ഛനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അച്ഛനെ ആരാ പ്രൊട്ടക്ട് ചെയ്തത്? അത് പിന്നെ ബാലഗോപാലൻ സാർ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ നടന്നില്ല. യഥാർത്ഥ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആർക്കും ആരെയും സഹായിക്കാൻ പറ്റില്ല അച്ഛാ. അത് നമ്മൾ തന്നെ പരിഹരിക്കണം. ഞാൻ നിന്നോടൊന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ 2-3 ദിവസമായി ഈ വീടിൻ്റെ പരിസരത്ത് മഫ്റ്റിയിൽ 3-4 പോലീസുകാരെ കണ്ടു. എന്താ കാര്യം? അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനും പോലീസുകാരനായിരുന്നില്ലടാ 29 വർഷം. എനിക്ക് ഭീഷണിയുണ്ടല്ലേ. എന്താ അലക്സ്? സർ, പാറമട സുഭാഷിനെയും ജയപ്രതാപിനെയും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് സർ. അവർ നാഗർകോവിൽ ഒരു കോളനിയിലുണ്ട്. അവർക്ക് അവിടെ ചില ലോക്കൽ ഗുണ്ടകളുടെ സഹായവും ഉണ്ട്. ഒരു മിനിറ്റ്, ഞാൻ എന്താ വരുന്നു. ശരി സർ. DGP நம்ம இடம் தெரிஞ்சு போச்சு. ஓடிக்கோடா, வா.
സംഭവം നടന്ന രാത്രി നടന്നോക്കെ ഒന്ന് പറ, വിത്ത് എവറി സിംഗിൾ ഡീറ്റെയിൽ. ക്രിക്കറ്റ് ലീഗിലെ കേരള ടീമിനെ അനൗൺസ് ചെയ്ത പത്രസമ്മേളനം കഴിഞ്ഞ് സൈമണിന്റെ വക വിഴിഞ്ഞത്തെ ക്ലൗഡ് 9 റിസോർട്ടിൽ ഒരു ട്രീറ്റ് ഉണ്ടായിരുന്നു. പാർട്ടി തീർന്നപ്പോ മണി 1 സൈമൺ എന്നോടും ജയനോടും അയാളോടൊപ്പം അയാളുടെ ഫാം ഹൗസിൽ കൂടാൻ പറഞ്ഞു. സൈമൺ എന്റെ കൂടെ വന്ന് വണ്ടിയിൽ കയറി. അവൻ തന്നെ ഡ്രൈവ് ചെയ്യണമെന്ന് വാശി പിടിച്ചു. ഓക്കെ, ഞാൻ ഇവരെ വിട്ടിട്ട് വരാം. ബൈ, ഗുഡ് നൈറ്റ്, ഹൗ ആർ യു? ഭായ് ഭായ് ഭായിന് വണ്ടി ഓടിക്കണ്ട, ഫിറ്റാ, ഞാൻ ഓടിക്കാം. ഡാം ഇറ്റ്, ഞാൻ തന്നെ ഓടിച്ചോളാം. നിർത്ത് ഭായ്, ഞാൻ ഓടിക്കാം. Get out of the vehicle. You swine. എന്നെ ബോസ് ചെയ്യുന്നു. പുറത്തിറങ്ങ്. ഭായ് ഞാൻ Get out. ഭായ് ഇറങ്ങാൻ. ഭായ് ഏയ് ഹലോ ഹലോ ജയ, നീ എവിടുന്ന് പുറപ്പെട്ടോ? ഞങ്ങളമ്മ ഉടക്കി, എന്നെ അവൻ വണ്ടി നിറക്കി വിട്ടു. ആ, ഞാൻ വഴി തന്നെ നിൽക്കുക. ഓക്കെ, വേഗം വാ, വേഗം. ഡേയ്, വണ്ടി അവൻ എവിടെയെങ്കിലും കൊണ്ടുപോയി ചാർത്തി കാണുന്ന എന്റെ പേടി. നീ വേഗം വണ്ടി എടു. വാ, കേറ്. ഇവൻ വന്ന് എന്നെ പിക്ക് ചെയ്ത് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടത് സൈമൺ ഓടിച്ചു പോയ എന്റെ വണ്ടി വഴി കിടക്കുന്നതാ. വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി സാർ. സൈമൺ, 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 എന്ത് പറ്റി? സൈമൺ, എന്താ? ആരെ നിന്നെ കുത്തി? സൈമൺ, പറ. സൈമൺ, എന്തേലും പറ നീ. സൈമൺ, ആരാ? സൈമൺ, പോലീസ്. വിട്, വിട്, നമ്മുടെ സൈമൺ. വിടടാ. കേറ്, വാ. മനസ്സറിയാതെ ഈ കേസിൽ അകപ്പെട്ടു പോയതാ സർ. ഞങ്ങൾ അറസ്റ്റ് പേടിച്ച ഞങ്ങൾ ഒളിവിൽ പോയത്. ഏതെങ്കിലും കോടതിയിൽ കീഴടങ്ങാനായിരുന്നു പ്ലാൻ. ഈ പറഞ്ഞതിനപ്പുറം ഒന്നും ഞങ്ങൾക്കറിയില്ല സാർ. സാറിന് എന്ത് വേണമെങ്കിലും അന്വേഷിക്കാം. സാർ എന്റെ മൊബൈൽ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കിക്കോളൂ. സംശയിക്കത്തക്ക ഒരു കോൾ പോലും അതിൽ കാണില്ല. സൈമണുമായി വഴക്കുണ്ടായി നിന്നെ വഴിയിലിറക്കിയതിന്റെ ഏകദേശം എത്ര നേരത്തിനകം ജയപ്രതാപ് നിന്റെ അടുത്ത് എത്തിക്കാണും? ഏകദേശം അരമണിക്കൂർ സാർ. ശരിയാണോ? അതെ സർ. നിങ്ങൾക്ക് മാർട്ടിൻ ദിനർ എന്ന് പറഞ്ഞൊരാളെ അറിയോ? ഏയ്, അറിയില്ല സാർ. നിനക്കെന്താ സുഭാഷ്, വല്ലാത്തൊരു റിയാക്ഷൻ ചേഞ്ച്? ഇല്ല സാർ, ഒന്നുമില്ല.